ഇവിടെ ചില ചാനലുകാർ, ചില ചാനൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ, ഞാൻ എടുത്തു പറയാൻ അതിലെ ഒരു റിപ്പോർട്ടറാണ് പറയുന്നതെന്ന് ഓർക്കണം. 2016 ഒരു ഡോക്യുമെന്റ്സ് തന്നെ വിവിധ ബാങ്കിൽ വെച്ചിട്ട് കോടിയിലധികം തട്ടിയെടുത്ത ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വീണ്ടും 21 സർക്കാരിന്റെ മരം മുറിച്ച്, അതും പാവപ്പെട്ട ആദിവാസികളുടെ പേരിൽ വ്യാജമായിട്ട് ഒപ്പുണ്ടാക്കി അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തെ പറ്റിച്ച് മാസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയുടെ ചാനല്. അതിനുശേഷം മെസ്സി ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ, യുവജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു വ്യക്തിയുടെ ചാനല്. അതിലെ ഒരു റിപ്പോർട്ടർ പറയുകയാണ്, എന്നെ ED അങ്ങോട്ട് ശരിയാക്കി കളയുമെന്ന്. ആരെ ED ശരിയാക്കേണ്ടത്? ഈ ചോദ്യം ആ റിപ്പോർട്ടർ ചോദിക്കേണ്ടത് അയാളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല ചോദിക്കേണ്ടത്. കാരണം ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞു, മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കണ്ടു എന്നുള്ളത്. മടിയിൽ കനമുള്ളത് ആരാണ്? ഈ പറഞ്ഞ ചാനലിന്റെ ഉടമയ്ക്കാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു കാലിൽ മുടന്തുള്ളവൻ മടക്കി അകത്ത് വെച്ചിട്ട് 2 കാലിൽ മുടന്തുള്ളവനെ അധിക്ഷേപിക്കുമെന്നുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ കാര്യത്തിലോ ഈ ചാനൽ ഉടമയുടെ കാര്യത്തിൽ ദേഹമാസകലം മുടന്താണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, PT തോമസ് ഞങ്ങളിവിടെ വലിയ മാലിന്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കരയ്ക്ക് കയറ്റാൻ നോക്കിയതാ. അന്ന് 100 കോടി രൂപയുടെ ഒരു നോട്ടീസാണ് ഞാൻ കൊടുത്തത്. പാവൊന്ന് ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ഞാൻ പിടിച്ചകത്തിട്ടേനെ. ഇന്ന് ഞാൻ പറയുന്നു, ഇതുപോലെയുള്ള വ്യാജ പ്രസ്താവനകൾ തുടരുന്ന ചാനലിന് നാളെ 10 മണിക്കുള്ളിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ടെലികാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി കൊടുക്കും. ഇതിനേക്കാൾ മൂന്നാമതായിട്ട് ഈ പറയുന്ന ഇങ്ങനെ ED പോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെ വ്യാജമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിനകത്തുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കാനായിട്ട് ഹോം മിനിസ്റ്റർക്കും പരാതി കൊടുക്കും. ഈ 3 കാര്യത്തിൽ നടപടി ഉണ്ടാകും. കാരണം ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അവരുടെ പുറകെ നടന്ന് കാശുണ്ടാക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ. അപ്പോ അതെല്ലാവരുടെ അടുത്ത് ഇനി അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിനൊക്കെ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കണം. കാരണം പാവപ്പെട്ടവരുടെ ജീവൻ വെച്ചാണത്, അനേക ആയിരങ്ങളുടെ തൊഴിൽ വെച്ചാണ് ഇവർ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനുള്ള യോഗ്യത എന്താണ് അവർക്കുള്ളത്? ആ ഉടമയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ജയിലിൽ എത്രയോ മാസങ്ങൾ കിടന്നിട്ട് 41 കേസുകൾ നിലവിലുള്ള ആള്, ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു ചാനല്. എന്നിട്ടോ ഇപ്പോ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് ഓശാന പാടുകയാണ്. അതിനെന്താണ് പ്രത്യുപകാരം? ജയിലിൽ നിന്ന് ഇറക്കിയതിനുള്ള പ്രത്യുപകാരം. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് അന്വേഷണം നടന്ന് പൂർത്തിയാക്കി കോടതി വിചാരണ നടത്തുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ഉത്സാഹം കാണിക്കുന്നില്ല? അതിന്റെ കാരണം എന്താ? ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്, അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കിയ ഗവൺമെന്റ്, അവരും ഈ ഉടമയുമായിട്ട് ഉള്ള രഹസ്യധാരണകൾ, അതിനു വേണ്ടിയിട്ട് ഓശാന പാടുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ചാനല് ഇവിടുത്തെ സർക്കാരിനെ, പിണറായിയെ പുകഴ്ത്തി ഏത് ദിവസവും ഈ സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളെ സൃഷ്ടിക്കുന്നവരെ പൊതുജനങ്ങൾ തിരിച്ചറിയണം. അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കേരളത്തിന് ആപത്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ.